ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. അധ്യാപക പരിശീലന പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവരുടെ നമ്പർ 1 ചോയ്സ് ആണ് ടോസ് അക്കാദമി. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും മികച്ച ക്ലാസ്സുകളുമാണ് അക്കാദമിയുടെ ഹൈലൈറ്റ്. സെറ്റ്, നെറ്റ്, കേടെറ്റ്, HSST, HSA, LPSA തുടങ്ങിയ നിരവധിയായ പരീക്ഷകൾക്കുള്ള പരിശീലനം ഇന്ന് അക്കാദമിയിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ടോസ് അക്കാദമിക്ക് കേടെറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സൗജന്യ ടെലിഗ്രാം ഗ്രൂപ്പും കൂടിയുണ്ട്. ഈ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ കേടെറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നോട്ടിഫിക്കേഷൻസും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ദിവസേന ക്വിസുകളും ഷോർട്ട് നോട്ട്സുകളും ഈ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യാറുണ്ട്. സോ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേടെറ്റ് എക്സാമിന് ഫിസിക്കൽ സയൻസ് കാറ്റഗറിയിൽ ചോദിക്കുന്ന ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും ചില ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. To which of the following is Bohr's theory applicable? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഈ 4 എണ്ണത്തിലും ഏതിലാണ് ബോറിൻ്റെ തിയറി അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ ബോർസ് തിയറി അപ്ലിക്കബിൾ ആയിട്ടുള്ള ആളെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബോർ തിയറി കൂടുതലും ഹൈഡ്രജൻ ആറ്റത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിൽ നമുക്കറിയാം സിംഗിൾ ഇലക്ട്രോൺ ആണ് ഉള്ളത്. സോ ബോറിൻ്റെ തിയറി അപ്ലിക്കബിൾ ആയിട്ടുള്ള എലമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സെയിം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്ന ആറ്റം ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതിൽ 4 പേരുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. അതിൽ ഏത് ആളുടെ അല്ലെങ്കിൽ ഏത് എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണോ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ട് ഈക്വൽ ആകുന്ന ആ എലമെൻറ്റിലായിരിക്കും ബോർസ് തിയറി അപ്ലിക്കബിൾ ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് ബെറീലിയം പ്ലസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതി നോക്കാം. ബെറീലിയത്തിൻ്റെ ശരിക്കുമുള്ള അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. സോ അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുക 1s2 2s2 എന്നാണ്. പക്ഷേ ഇവിടെ ബെറീലിയം പ്ലസ് ആണ് എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോൺ അതിൽ നിന്നും പോകുന്നുണ്ട്. സോ അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s1 ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല. ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. സോ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s1 ആണ്. പക്ഷേ നമുക്കിവിടെ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. സോ ബെറീലിയം പ്ലസ് അല്ല ഇതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ലിഥിയം 2+ ആണ് ഓപ്ഷനിൽ വന്നേക്കുന്നത്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതി നോക്കാം. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അതായത് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s1. ഇതാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ലിഥിയം 2+ ആണ് എന്ന് വെച്ചാൽ ലിഥിയത്തിൽ നിന്ന് 2 ഇലക്ട്രോൺസ് പോകുന്നുണ്ട്. സോ ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ തന്നെ 2s എന്നുള്ള ഷെല്ല് പോയി. ഇനി ഇവിടെ നിന്നും ഒരു ഇലക്ട്രോൺ കൂടിയും അവിടെ കുറയുന്നുണ്ട്. സോ എന്തായി മാറി? 1s1 എന്നായി മാറി. ഇത് ഹൈഡ്രജൻ ആറ്റത്തിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷനോട് ഈക്വലൻ്റ് ആണ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ലിഥിയം 2+ ആണ്. നമുക്ക് ബാക്കിയുള്ള 2 ഓപ്ഷൻസും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഹീലിയം 2+ വരുന്നുണ്ട്, അതിൻ്റെ ഒന്ന് എഴുതി നോക്കാം. He2+. അപ്പോൾ ഹീലിയത്തിൻ്റെ ശരിക്കും അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മളെങ്ങനെ എഴുതാം? 1s2 എന്നാണ് എഴുതുക. പക്ഷേ ഇവിടെ He2+ എന്നാണ്. അതായത് ഹീലിയത്തിൽ നിന്ന് 2 ഇലക്ട്രോൺസ് പോകുന്നുണ്ട്. 2 ഇലക്ട്രോൺസ് പോകുക എന്ന് പറഞ്ഞാൽ 1s 0 ആയിട്ട് മാറും, വിച്ച് ഈസ് നത്തിങ് ബട്ട് 1s. ഓക്കെ, അപ്പോൾ ഇതാണ് He2+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. പക്ഷേ ഇതല്ല ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 ആണ്. പക്ഷേ ഇതിൽ 1s മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി, ലിഥിയം 2+ ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. The process used for the manufacture of chlorine
ക്ലോറിൻ്റെ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 പ്രോസസ്സ് തന്നിട്ടുണ്ട്. കറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കണം. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഈ 4 ഓപ്ഷൻസും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ കോണ്ടാക്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സൾഫ്യൂറിക് ആസിഡിന് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രീസിലേക്ക് സൾഫ്യൂറിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോണ്ടാക്റ്റ് പ്രോസസ്സ് വഴിയാണ്. അടുത്തതാണ് ഡീക്കൻ പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സാണ് ക്ലോറിൻ്റെ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡീക്കൻ പ്രോസസ്സ്. നമുക്ക് മറ്റ് 2 ഓപ്ഷൻസും കൂടി നോക്കാം. ഹെയ്ബർ പ്രോസസ്സ്, ഇത് നൈട്രജൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഹെയ്ബർ പ്രോസസ്സ്. ഓക്കെ, അടുത്തതാണ് സോൾവേ പ്രോസസ്സ്. സോൾവേ എന്ന് പറഞ്ഞാൽ സോഡിയം കാർബണേറ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡീക്കൻ പ്രോസസ്സ്. ഡീക്കൻ പ്രോസസ്സ് വഴിയാണ് നമ്മൾ ക്ലോറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു കൺവേർട്ട് യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻ്റ് ഈസ് ഡാഷ്. ഇതൊരു തരത്തിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നേക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതോ ഒരാളുടെ ഡെഫിനിഷനാണ് ആ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ ടേംസിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഹീറ്റ് കപ്പാസിറ്റി ആണ് ഓപ്ഷനിൽ വന്നേക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഹീറ്റ് കപ്പാസിറ്റി പറയുന്നത് ഇതാണ്: ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ ജൂൾസ് റിക്വയർഡ് ടു റേസ് ദി ടെമ്പറേച്ചർ ബൈ 1 കെൽവിൻ. അതായത് ടെമ്പറേച്ചർ എത്രയാണോ ടെമ്പറേച്ചർ, സപ്പോസ് 28 കെൽവിനിലുള്ള ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ 28 കെൽവിനാണെന്ന് വിചാരിക്കാം. അതിനൊരു 1 കെൽവിൻ കൂടി ഉയർത്തുക, അതായത് 29 കെൽവിൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഹീറ്റ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു ബോഡിയുടെ ടെമ്പറേച്ചറിനെ 1 കെൽവിനായിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന ഹീറ്റിൻ്റെ എമൗണ്ടിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്തായാലും അതല്ല നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? യൂണിറ്റ് മാസുള്ള ഒരു സബ്സ്റ്റൻസിനെ ഒരു സ്റ്റേറ്റിൽ നിന്നും വേറെ സ്റ്റേറ്റിലോട്ട് മാറ്റാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ്. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലോട്ടാവാം, അല്ലെങ്കിൽ ലിക്വിഡിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ടാകാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് അതിനെ മാറ്റാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജി, അതിന് എന്താണ് പറയുക എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും ഹീറ്റ് കപ്പാസിറ്റി അല്ല. ഇനി അടുത്ത ഓപ്ഷൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. എന്താണ് അത് പറഞ്ഞേക്കുന്നത്? ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദ ടെമ്പറേച്ചർ ഓഫ് എ യൂണിറ്റ് മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി. എന്താണ് പറഞ്ഞേക്കുന്നത്? യൂണിറ്റ് മാസുള്ള ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചറിനെ 1 ഡിഗ്രി ആയിട്ട് ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഹീറ്റ്, അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുക. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1 കെൽവിനായിട്ട് ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഹീറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ 1 ഡിഗ്രി ആയിട്ട് മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ഹീറ്റാണ്. ഓക്കെ, അടുത്തത് കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാലും ഒരു സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റ് വോളിയം അത് മൊത്തം കത്തിത്തീരുന്നതിന് ആവശ്യമായിട്ട് വരുന്ന ഹീറ്റ് എത്രയാണോ അതിനെയാണ് ആ ഒരു സബ്സ്റ്റൻസിൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതൊരു ഒബ്ജക്റ്റിന് കത്തിത്തീരുന്നതിന് ആവശ്യമായിട്ടുള്ള ഹീറ്റ് എന്തോരം ഉണ്ട്, അതാണ് കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇനി വരുന്നതാണ് ലേറ്റൻറ്റ് ഹീറ്റ്. എന്താണ് ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിനെ അതിന് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജി എത്രയാണോ അതിനെയാണ് നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ലേറ്റൻറ്റ് ഹീറ്റാണ്. എ ഹീറ്റർ ഓഫ് 220 വോൾട്ട് 220 വോൾട്ട് ഉള്ള ഒരു ഹീറ്റർ ഉണ്ട്.
അത് എത്രയോ ഒരു എമൗണ്ട് ഓഫ് വാട്ടറിനെ 5 മിനിറ്റ് സമയം കൊണ്ട് ഹീറ്റ് ചെയ്തെടുക്കുന്നു. ഇനി വേറൊരു ഹീറ്റർ ഉണ്ട്. ആ ഹീറ്ററിൽ 110 വോൾട്ട് ഹീറ്റാണ് വരുന്നത്. അതും ആ സെയിം വോളിയം ഓഫ് വാട്ടറിനെ തന്നെയാണ് ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ എത്ര സമയം കൊണ്ടായിരിക്കും ആ വാട്ടർ ഹീറ്റ് ചെയ്ത് നമുക്ക് കിട്ടുക? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വോൾട്ട് ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ, ടൈം തന്നിട്ടുണ്ട്. പിന്നെ ഇത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഹീറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന്. ഓക്കെ, അപ്പോൾ വോൾട്ട് അതുപോലെ തന്നെ ടൈം, വോൾട്ടേജും ടൈമും ഹീറ്റും ഇതൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ അത് നമുക്ക് കിട്ടുന്നത് ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങിൽ നിന്നാണ്. എല്ലാവർക്കും പരിചയം ഉണ്ടാവുമല്ലോ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്, ഇല്ലേ? ഓക്കെ, അപ്പോൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങിൽ വോൾട്ടേജും ടൈമും അതുപോലെ ഹീറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ അതിലൊരു റിലേഷനാണ് H ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ടി. ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഹീറ്ററിൻ്റെ കേസ് എടുക്കാം. അതിൽ നിന്നുള്ള ഹീറ്റ് നമുക്ക് H1 ആയിട്ട് എടുക്കാം. അതിൽ വോൾട്ടേജ് നമുക്ക് 220 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. സോ വി സ്ക്വയർ ബൈ ആർ ടി ആണ്. സോ 220യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ടൈം നമുക്ക് 5 മിനിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഹീറ്റർ എടുക്കുവാണെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് 110 വോൾട്ട് എന്നാണ്. സോ 110ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ടി. ടൈം നമുക്ക് തന്നിട്ടില്ല, ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഈ രണ്ട് കേസിലും സെയിം എമൗണ്ട് ഓഫ് വാട്ടറിനെ അല്ലേ ഈ രണ്ട് ഹീറ്റേഴ്സും ഹീറ്റ് ചെയ്തെടുക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് H1 ഈക്വൽ ടു H2 ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ രണ്ട് ഇക്വേഷൻസിനെയും ഇക്വേറ്റ് ചെയ്താൽ മതി. അതായത് 220 സ്ക്വയർ ഇൻറ്റു 5 ബൈ ആർ ഈക്വൽ ടു 110ൻ്റെ സ്ക്വയർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, ഇനി ഇതിൽ സിമ്പിളാണ്. ഇത് രണ്ടും റിലേറ്റ് ചെയ്യുമ്പോൾ 6 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി ഇതിന് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 220യുടെ സ്ക്വയർ ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 110 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ടൈം കിട്ടും. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറായിട്ട് 20 മിനിറ്റ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഓപ്ഷനിൽ മിനിറ്റ് ആണോ തന്നിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. മിനിറ്റ് ആണെങ്കിൽ 20 മിനിറ്റ്, ചിലപ്പം സെക്കൻഡ്സിൽ ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? 20 ഇൻറ്റു 60 ചെയ്താൽ മതി. 60 സെക്കൻഡ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ആൻസർ സെക്കൻഡ്സിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, അതായത് ഹീറ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് വോൾട്ടേജ്, ടൈം അല്ലെങ്കിൽ കറൻറ്റ്, പവർ ഇതൊക്കെ തന്നിട്ട് ഹീറ്റിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങിൽ വരുന്ന ഡിഫറെൻറ്റ് ഇക്വേഷൻസ് നമുക്ക് നോക്കാം. ഒരെണ്ണം വി സ്ക്വയർ ബൈ ആർ ടി ആണ്. രണ്ടാമത്തേത് H ഇസ് ഈക്വൽ ടു വി ഐ ടി. ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. വോൾട്ടേജ്, കറൻറ്റ്, ടൈമും തമ്മിലുള്ള റിലേഷനാണ്. പിന്നെ വേറൊരു റിലേഷനാണ് H ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. ഓക്കെ, അപ്പോൾ ഈ 3 റിലേഷൻസ് ആണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങിൽ നിന്ന് വരാനായിട്ട് ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ സൊല്യൂഷൻ ഓഫ് എത്തനോയിക് ആസിഡ് ആണ്, അതായത് CH3COOHൻ്റെ ഒരു സൊല്യൂഷനാണ്. വെള്ളത്തിലാണ് നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതുമ്പോൾ 10% എന്ന് ലേബിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സൊല്യൂഷൻ്റെ മൊളാലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ CH3COOH ഇൻ വാട്ടർ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സൊല്യൂട്ട് എന്ന് പറയുന്നത് CH3COOH ആണ്, സോൾവെൻ്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ വെയിറ്റ് ആണ് ഈ 10% എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ, CH3COOHന് 10% എന്ന് നമുക്ക് തന്നിരിക്കുന്നു. അതായത് 100 ഗ്രാം സൊല്യൂഷൻ എടുത്താൽ അതിൽ 10 ഗ്രാം മാത്രമേ CH3COOH ഉള്ളൂ. ബാക്കി 90 ഗ്രാം ആരാണ്? വാട്ടറാണ്. മനസ്സിലായല്ലോ? അപ്പോൾ 10% ബൈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാമിൽ എടുത്താൽ 10 ഗ്രാം മാത്രമേ CH3COOH ഉള്ളൂ. ബാക്കി അതിലെ 90 ഗ്രാം എന്ന് പറയുന്നത് വാട്ടറാണ്. നമ്മളോട് മൊളാലിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ഗ്രാം ഓഫ് സോൾവെൻറ്റ്. ഓക്കെ,
അപ്പോൾ സോൾവെൻറ്റിൻ്റെ ഒരു കിലോഗ്രാമിൽ ഡിസോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ആരുടെ മോൾസാണ് വേണ്ടത്? സൊല്യൂട്ടിൻ്റെ. സോ നമ്മൾ ആദ്യം CH3COOHൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാലോ, മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പോൾ CH3COOHൻ്റെ ഗിവൺ മാസ് എന്ന് പറയുന്നത് 10 gram ആണ്. ഇനി അതിൻ്റെ മോളാർ മാസ് അല്ലെങ്കിൽ അതിൻ്റെ മോളിക്കുലാർ മാസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ CH3യിൽ 2 കാർബൺ ആറ്റംസ് ഉണ്ട്. സോ എന്ത് വരും? 12 × 2 ചെയ്യണം. പ്ലസ് 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1 ആണ്. സോ 4 × 1. പിന്നെ 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് CH3COOHൻ്റെ മോളിക്കുലാർ മാസ്സായിട്ട് കിട്ടുന്നത് 60 gram ആണ്. ഓക്കെ, സോ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് 10 gram ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. അപ്പോൾ 10/60 gram ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? 1/6 gram. ഇത്രയും മോൾസ് ആണ് CH3COOHൽ ഉള്ളത്. ഓക്കെ, ഇനി വാട്ടറിൻ്റെ മാസ് നമുക്ക് അറിയാലോ. മാസ് ഓഫ് വാട്ടർ 90 gram ആണ്. ഓക്കെ, മാസ് ഓഫ് വാട്ടർ ഈക്വൽ ടു 90 gram. പക്ഷെ നമ്പർ ഓഫ് മോൾസ് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് വാട്ടർ ആണ് നമുക്ക് വേണ്ടത്. സോ ഈ ഗ്രാമിനെ നമുക്ക് എന്ത് ചെയ്യണം? കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ 0.09 kilogram എന്നാകും. ഓക്കെ, ഇനി മൊളാലിറ്റി കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. മൊളാലിറ്റി M is equal to നമ്പർ ഓഫ് മോൾസ്, അതായത് 1/6 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് വാട്ടർ ഇൻ കിലോഗ്രാം, അതായത് 0.09. ഇത് ചെയ്യുമ്പോൾ എന്താ വരിക? ഇത് സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. അതായത് 1/6 × 0.09 എന്നാണ് വരിക. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആൻസർ 1.85 മോളാൽ എന്ന് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ മൊളാരിറ്റി കണ്ടുപിടിക്കാം. ലിക്വിഡ് ഓക്സിജൻ ബോയിൽസ് അറ്റ് നോർമൽ പ്രഷർ അറ്റ് -182.96 degrees Celsius. വാട്ട് ഈസ് ദിസ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ? അപ്പോൾ എന്താ പറയുന്നത്? ലിക്വിഡ് ഓക്സിജൻ നോർമൽ പ്രഷറിൽ ബോയിൽ ചെയ്യുന്നത് -182.96 degree Celsiusലാണ്. ഈ ഇത്രയും ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ എന്ന് പറയുന്ന സ്കെയിലിൽ എത്രയോട് ഈക്വലൻ്റ് ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഏത് ടെമ്പറേച്ചറിനോട്? കെൽവിൻ സ്കെയിലിൽ ഏത് ടെമ്പറേച്ചറിനോട് ഈക്വലൻ്റ് ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ -182.9 degree Celsiusനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അത്രയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, സെൽഷ്യസിന് കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ദാറ്റ് ഈസ് K is equal to degree Celsius plus 273.15. ഇതാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറെങ്കിലും കേട്ടിട്ട് പോലെയുള്ള ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഈ ഡെസിമൽ ആവശ്യമില്ല, നമുക്ക് 273 വരെ മതി. സോ K is equal to degree C plus 273 എന്ന് വരും. ഇനി ജസ്റ്റ് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ആ ഡിഗ്രി സി എന്ന് പറഞ്ഞ് കിടക്കുന്ന ഈ സ്ഥലത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ -182.96 പ്ലസ് 273 എന്നാകും. ഇനി അതൊന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുക 90.04 കെൽവിൻ. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഇതെല്ലാവർക്കും ഇപ്പോൾ ചെയ്യാൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഓഫ് കോൺസ്റ്റൻറ്റ് മാസ് ഈസ് 0. ദ ബോഡീസ് മൊമെൻറ്റം ഈസ്. അതായത് ഒരു ബോഡീനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ആ ബോഡിക്ക് കോൺസ്റ്റൻറ്റ് മാസ് ആണുള്ളത്. ഈ ബോഡിയിലോട്ട് ആക്ട് ചെയ്യുന്ന റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയുടെ മൊമെൻറ്റം ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ നമുക്ക് ഫോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ മൊമെൻറ്റത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഫോഴ്സിനെയും മൊമെൻറ്റത്തിനെയും കണക്റ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്നാണ്. അവിടെ പറയുന്നുണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. മൊമെൻറ്റത്തിൽ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് F ഈസ് ഈക്വൽ ടു dP ഡിവൈഡഡ് ബൈ dt എന്നാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നത്. അപ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആണല്ലോ.
അപ്പോൾ എഫിൻ്റെ സ്ഥലത്ത് നമുക്ക് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 0 ഈസ് ഈക്വൽ ടു ഡി പി ഡിവൈഡഡ് ബൈ ഡി ടി. ഇനി ഒരു ക്വാണ്ടിറ്റീനെ ഡെറിവേറ്റീവ് എടുക്കുമ്പം നമുക്ക് 0 കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റി എന്തായിരിക്കണം? അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സോ മൊമെൻറ്റം പി എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആൻസർ 0 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി എഫ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പം ഡി പി ബൈ ഡി ടി ഈക്വൽ ടു 0 ആകും. അപ്പോൾ അങ്ങനെ 0 കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സോ ഇതിൻ്റെ ആൻസർ വരും ഓപ്ഷൻ ഡി ആണ്.